ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നബിദിനാശംസകൾ ആൻഡ് ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെത്തല് കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് നമ്മുടെ ചീനിയുടെ കൂടെയും അതുപോലെ കാച്ചിൽ, അതുപോലെ ചേമ്പ്, ഇതൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ചേർക്കാൻ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ കൊച്ചുള്ളി, തേങ്ങ, കുരുമുളക് പൊടി, അതുപോലെ നെത്തൽ ഉണക്കിയത്, ഇതൊക്കെയാണ് ആവശ്യം. ഇതാണ് നെത്തൽ എന്ന് പറയുന്നത്. നെത്തോലി ചെറിയ മീനെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ, അതാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല, നമുക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഉണക്കിയെടുത്തതാണ്. കൂടാതെ നമുക്ക് കുറച്ച് നെത്തൽ ഇക്കാടെ ഉമ്മയൊക്കെ തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഇതുപോലെ അങ്ങ് ഇതിനകത്തേക്ക് ചേർക്കുകയല്ല, ഇത് നമ്മളൊന്ന് വറുത്തെടുക്കുകയൊക്കെ വേണം. ഇനി ഇതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. എന്നാലും ഈ ചമ്മന്തി നമുക്ക് ചമ്മന്തി പൊടിയാക്കി എടുത്ത് വെച്ചിട്ട് കഴിക്കാനൊക്കെ പറ്റും. നെത്തൽ നല്ല ഉണങ്ങിയതായിരിക്കണം കേട്ടോ. അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇച്ചിരി ഇതാക്കുമ്പോഴേക്കും ഒരു പൊടിഞ്ഞു വരുന്ന രീതിയിലുള്ള ഇതായിരിക്കണം, നല്ല ഉണക്കം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല, അത് ശരിയാവില്ല, നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചട്ടി ചൂടാക്കാൻ വെച്ചു. എന്തിനെന്നറിയോ, നെത്തോലി ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടി നല്ലോണം ആദ്യം ഞാൻ ചൂടാക്കി. അത് ആ ചൂട് പുറത്തോട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കി, അതിന് ശേഷം അതിൻ്റെ തീ കുറയ്ക്കണം, അല്ലെങ്കിൽ നെത്തോലി കരിഞ്ഞു പോകും. അങ്ങനെ ആവശ്യമുള്ള നെത്തോലി മാത്രം എടുത്തിട്ട് ഞാൻ അതിനകത്തേക്കിട്ട് വറുക്കാൻ പോവുകയാണ്. വറുത്തതിന് നല്ല സ്മെല്ലിങ്ങനെ വരും. ആ സ്മെല്ല് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് ഓഫാക്കണം. എന്നിട്ട് നല്ല പ്രൊസീജിയർ പിന്നെയാണ് വരുന്നത്. കാരണം ഈ നെത്തോലിയുടെ പുറത്ത് അതിൻ്റെ ഒരു പുറന്തോടുണ്ടാവും. അത് നമ്മൾ നന്നായിട്ട് സ്പൂണോ അല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചുരണ്ടിക്കളഞ്ഞ് വൃത്തിയാക്കണം. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ നെത്തോലി വറുത്ത് വന്ന് കഴിഞ്ഞു. ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൽ ചെറിയൊരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഫോണിൻ്റെ പരിമിതിക്കുള്ളിൽ ഞാനത് കാണിക്കുന്നുണ്ട്. ഫോൺ അത്രത്തോളം മേന്മ നിറഞ്ഞ ഫോണൊന്നുമല്ല, അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിമിതി വീഡിയോ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോ കൊണ്ടുവരുന്നത്. കുറച്ച് നേരം കുറഞ്ഞ തീയിലായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമായിട്ട് ഇത് വറുക്കണം കേട്ടോ. പക്ഷേ ഈ നെത്തോലി വറുത്തത് ശരിയായില്ലെങ്കിൽ എന്തില്ല, ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ വറുത്ത നെത്തോലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ ചൂടുള്ള ചട്ടിയിൽ തന്നെ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ എന്താവും, വീണ്ടും അത് കരിഞ്ഞു പോകും. കാരണം ചട്ടി നല്ല ചൂടുള്ളതായതുകൊണ്ട്. അങ്ങനെ അത് മാറ്റിക്കഴിഞ്ഞ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, കണ്ട ഇതിങ്ങനെ, ഞാൻ കത്തിയാണ് എടുത്തിരിക്കുന്നത്, ഇതിങ്ങനെ നല്ലോണം ചുരണ്ടിയെടുക്കുമ്പോൾ കണ്ട അതിന്നിങ്ങനെ അതിൻ്റെ ആ പുറന്തോടുകൾ ഇങ്ങനെ വീഴുന്നത് കണ്ട നിങ്ങൾ. അങ്ങനെ അത് മൊത്തം അതങ്ങനെ ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ വയറിന് മറ്റസുഖങ്ങളൊക്കെ ഉണ്ടാവും. കണ്ട അതിൽ നിന്ന് ആ വേസ്റ്റുകൾ പോകുന്നത് കണ്ട. അങ്ങനെ എല്ലാം അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മാറ്റി വയ്ക്കണം. പിന്നീട് ഇത് കഴുകുകയൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം നമ്മളിത് ഓൾറെഡി കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നീട് ഇത് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളതിൻ്റെ അപ്പുറത്തോടൊന്നിങ്ങനെ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളതാണ് അത്. കണ്ട ഈ നെത്തോലി ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് പോയ വേസ്റ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മളെ വയറ്റിലേക്ക് ചെന്നുകൂടാ. എന്നിട്ട് ഇതെന്ത് ചെയ്യണം, ഇത് നമ്മൾ പിന്നീട് പൊടിച്ചെടുക്കണം. ആദ്യം ഈ ക്ലീൻ ചെയ്ത നെത്തോലി മാത്രം നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് എന്ത് ചെയ്യണം, പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കണ്ട നെത്തോലി നമുക്ക് പൊടിച്ച് കിട്ടി. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. അതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ, അതായത് നമ്മൾ കൊച്ചുള്ളി, തേങ്ങ, ഉപ്പ്, ഇവയെല്ലാം, കുരുമുളക് പൊടി, ഇവയെല്ലാം കൂടെ അതേ മിക്സിനകത്ത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തത് കണ്ട ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്തു. അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെത്തലിൻ്റെ പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക.
നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചേമ്പ് റെഡിയായി. ചേമ്പ് പുഴുങ്ങി വെച്ചതാണിത്. അങ്ങനെ ചേമ്പ് റെഡിയായി. അതിൻ്റെ കൂടെ നെത്തല് ചമ്മന്തിയും കൂടെ നല്ല കോമ്പിനേഷനാണ് കഴിക്കാൻ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെയധികം ടേസ്റ്റാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്.